ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു. വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ അല്പസമയം ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്ന് മോശെ മുഖാന്തരം വലിയവനായ ദൈവം ഇസ്രായേലിന് കൊടുത്ത 10 കൽപ്പനകളെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3-ാമത്തെ കൽപ്പനയായിരിക്കുന്ന ദൈവത്തിൻ്റെ നാമം വെറുതായി എടുക്കരുത്. ആ ദൈവത്തിൻ്റെ നാമത്തെ പറ്റിയുള്ളതായ ചില കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. ഇന്നലെ നാം ചിന്തിച്ചത് എ ബൈബിൾ നെയിം റിഫ്ലെക്ട്സ് എ പേഴ്സൺസ് ക്യാരക്ടർ. ബൈബിളിലുള്ളതായ പേരുകൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ന് കണ്ടു. ഇന്ന് നമുക്കതിൽ നിന്ന് രണ്ടാമത് പഠിക്കുവാനായിട്ടുള്ളത് ദ റെവറൻസ് ഡ്യൂ ടു ഗോഡ്സ് ഹോളി നെയിം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വിശുദ്ധിയുള്ള നാമത്തിന് നാം എപ്പോഴും ബഹുമാനം കൊടുക്കുന്നവർ ആയിരിക്കണം. അതാണ് ഇതിൽ നിന്ന് നാം കാണുന്നത്. നമുക്കറിയാം, യാഥാസ്ഥിതികരായിരിക്കുന്ന യഹൂദന്മാർ ദൈവത്തിൻ്റെ നാമത്തിന് വളരെ പ്രാധാന്യം, ബഹുമാനം അവർ കൊടുത്തിരുന്നു. അവർ ഒരിക്കലും ദൈവത്തിൻ്റെ നാമം പോലും നാവിൽ എടുത്ത് ഉച്ചരിക്കുകയില്ലായിരുന്നു. കാരണം ആ ഉച്ചരിക്കുന്ന സമയത്ത് ആ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റ് വന്നു പോലും ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം ആകരുത് എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു അവർക്ക് ഉള്ളത്. യാഥാസ്ഥിതികരായിരിക്കുന്ന യഹൂദന്മാർ ഒരിക്കലും ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കാറില്ലായിരുന്നു. മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ പേര് എഴുതിയതുപോലും അത് മായ്ക്കുകയോ അത് നശിപ്പിക്കുകയോ പോലും ചെയ്യുകയില്ലായിരുന്നു. അതിന് കാരണം പറയുന്നത് ആവർത്തന പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ളതായ എല്ലാ ബിംബങ്ങളെയും നശിപ്പിക്കണം. മാത്രമല്ല, ഏതെങ്കിലും ദേവീദേവന്മാരുടെ പേരുകൾ പോലും പ്രിൻ്റ് ചെയ്തോ എഴുതിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നശിപ്പിച്ച് കളയണം എന്ന് മോശെ അവർക്ക് കർശനമായ രീതിയിൽ ഒരു ഓർഡർ, ഒരു ആജ്ഞ കൊടുത്തിരുന്നു. അതുകൊണ്ട് അന്യദേവന്മാരുടെ പേര് മായ്ച്ചു കളയണം എന്ന് പറഞ്ഞപ്പോൾ അത് യഹൂദന്മാർ മനസ്സിലാക്കിയത്, ദൈവത്തിൻ്റെ പേര് എവിടെയെങ്കിലും എഴുതിയിട്ടോ പ്രിൻ്റ് ചെയ്തിട്ടോ ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയരുത്. അതുകൊണ്ട് ആ പേര് പോലും അവർ നശിപ്പിക്കുകയില്ലായിരുന്നു. പിന്നെ നാം കാണുന്നത്, ദൈവത്തിൻ്റെ നാമം എപ്പോഴും വിശുദ്ധീകരിക്കണം എന്ന്, പരിശുദ്ധമായ രീതിയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വലിയവനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അവിടെയും പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, നിൻ്റെ നാമം വാഴ്ത്തപ്പെടണം. ദൈവത്തിൻ്റെ നാമത്തെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ആണ് നാം ചെയ്യുന്നത്. അതിന് നാം എപ്പോഴും ഒരു ബഹുമാനം കൊടുക്കുന്നവർ ആയിരിക്കണം. മാത്രമല്ല, സങ്കീർത്തനങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്ന് അനേക സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാം. സങ്കീർത്തനം 34-3, 29-2, 86-9, 76-1, അതുപോലെ തന്നെ 92-1, 9-2, 7-17,
66:2, 68:4 ഇങ്ങനെയുള്ളതായ പല ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകണം, ദൈവത്തിൻ്റെ നാമത്തെ ബഹുമാനിക്കണം, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കണം എന്ന് ആവർത്തിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല 1 ദിനവൃത്താന്തം 16 29 വാക്യത്തിലും നാം കാണുന്നത് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടതായ മഹത്വം എപ്പോഴും നാം കൊടുക്കുന്നവരായിരിക്കണം. ഇത് ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാം. സങ്കീർത്തനം 135:3 നമുക്കത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസസ് ടു ഹിസ് നെയിം ഫോർ ഇറ്റ് ഈസ് ലവ്ലി. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ നാമത്തിനെ വിശുദ്ധീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എത്രയോ മനോഹരമാണ്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് നോക്കാം. നാം പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ നാമത്തിന് അത്രമാത്രം പ്രസക്തിയും അത്രമാത്രം ബഹുമാനവും അത്രമാത്രം രീതിയിൽ നാം ചിന്തിച്ചു കൊണ്ടാണോ ദൈവസന്നിധിയിൽ വരുന്നത്? അതോ നാം വെറുതെ ഒരു നിസ്സാരമായ രീതിയിൽ ദൈവത്തിൻ്റെ നാമം നമ്മുടെ നാവുകളിൽ ഉച്ചരിക്കുന്നവരാണോ? ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു നോക്കാം, ദൈവത്തിൻ്റെ നാമത്തിന് നാം എത്രമാത്രം മഹത്വം കൊടുക്കുന്നു എന്ന്. പിന്നെ നാം കാണുന്നത്, നാം ദൈവത്തിൻ്റെ നാമത്തിന് എപ്പോഴും നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം. നാം ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം. 54 സങ്കീർത്തനം 6 വാക്യത്തിൽ കാണുന്നത്, ഐ വിൽ ഗീവ് താങ്ക്സ് ടു യുവർ നെയിം, ഓ ലോഡ്, ഫോർ ഈസ് ഗുഡ്. ഞാൻ ദൈവത്തിൻ്റെ നാമത്തിനെ സ്തുതിക്കും, നന്ദി അർപ്പിക്കും, അത് ഏറ്റവും നല്ലതാണ് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ 92 സങ്കീർത്തനം 1 വാക്യത്തിലും അതേ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഗുഡ് ടു ഗീവ് താങ്ക്സ് ടു ദ ലോഡ് ആൻഡ് സിങ് പ്രൈസസ് ടു യുവർ നെയിം, ഓ മോസ്റ്റ് ഹൈ. അത്യുന്നതനായിരിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് എപ്പോഴും മഹത്വവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് അവൻ ഉന്നതങ്ങളിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് നാം ആ രീതിയിൽ എപ്പോഴും ദൈവസന്നിധിയിൽ ആയിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, സഹോദരന്മാരെ, നാമും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വവും നന്ദിയും നാം അർപ്പിക്കുന്നവരാണോ? അവൻ്റെ വിശുദ്ധ നാമത്തിന് നാം കൊടുക്കേണ്ടതായ രീതിയിലുള്ളതായ സ്ഥാനങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ തോൽവിയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നാമം യാഥാസ്ഥിതികരായിരിക്കുന്ന യഹൂദന്മാർ എത്രമാത്രം ഭയത്തോടെ വിറയലോടെ ദൈവത്തിൻ്റെ നാമം എടുത്തുവോ, അതുപോലെ തന്നെ നാമും ദൈവത്തിൻ്റെ നാമം വിറയലോടുകൂടെ നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ചുകൊണ്ട് ആ വിശുദ്ധിയുള്ള ദൈവത്തിൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.